ഹലോ, ഇന്നത്തെ സംസാര വിഷയം എന്താണെന്ന് പറയുക. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ? ഒരു വീട്ടിലേക്ക് ടി വി കാണാൻ ചെന്നിട്ടാ. ടി വിയിലെ സീരിയൽ കാണാൻ ഇപ്പോഴൊന്നല്ല കേട്ടോ, 10-20 വർഷമായി. 20 വർഷം മുമ്പേട്ടാ പോയത്. അപ്പം അന്നൊക്കെ ഒരു 4 വയസ്സായ കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അന്നിപ്പൊക്കെ രാത്രിയിൽ 6 മണി വരെ 6 മണി മുതൽ 10:30 വരെയുള്ള സീരിയൽ. അപ്പോൾ അതൊക്കെ 20 വർഷം മുന്നേ ഉണ്ട്. അപ്പം അന്നൊക്കെ സീരിയൽ കാണാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്ന കാലം കേട്ടോ. അപ്പോൾ അങ്ങനെ വൈകുന്നേരത്ത് കുട്ടീനായിട്ട് സീരിയൽ കാണാൻ പോയി. 10:30 ആകുമ്പോഴേക്കും കുട്ടി ഉറങ്ങി. അവിടെ നിലത്ത് കിടന്നു, അവരടുത്ത മരത്ത് കിടന്ന് ഉറങ്ങി. ഞാൻ പോരാൻ നേരത്ത് എണിച്ചു നോക്കിയപ്പോൾ കുട്ട വായിന്നൊക്കെ അങ്ങനെ വെള്ളം വന്നിക്കണം. ഇവിടെ നിന്നൊക്കെ വെള്ളം വന്നിട്ട് അതിൻ്റെ കഴുത്തിലൊക്കെ വെള്ളം അയക്കണം കേട്ടോ. ചൂടെടുത്തിട്ട് കുട്ട വായിന്ന് വന്ന വെള്ളമൊക്കെ കൂടി വയർത്തിട്ട് ഒരു സൈഡ് ഫുള്ള് വെള്ളത്തിലായിട്ടുണ്ടായിരുന്നു, വെള്ളം നനഞ്ഞിട്ടുണ്ടായിരുന്നു. വേഗം പറയാട്ടോ. അപ്പോൾ അവരുടെ വീടിൻ്റെ മരത്തൊരു ബക്കറ്റിൽ ഒരു 2 ലിറ്ററിൻ്റെ ഒരു ബക്കറ്റ് ഇരുന്നതിൽ വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളം എടുത്തിട്ട് ഞാൻ അതിൻ്റെ മുഖം ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കഴുകി കൊടുത്തപ്പോൾ അതവിടെ അവരെ വീട്ടുകാർക്ക് അത് ഇഷ്ടമില്ല. അവിടുത്തെ കാർന്നത്തീരുണ്ടാവുമല്ലോ, ഒരു വീട്ടിലെ കാർന്നത്തീര്, അവരെന്താ അടുക്കളയിൽ പോയിട്ട് ഒരു പഴയ തുണി ഇങ്ങോട്ട് എടുത്തോടന്ന് ആ വെള്ളത്തിൽ അങ്ങോട്ട് മുക്കി. ഞാൻ ഈ വെള്ളത്തോണ്ട് കുട്ടിയുടെ മുഖം ഇവിടെ ഒക്കെ കഴുകി കൊടുത്തതിന് ആ വെള്ളം ഒരു പഴയ തുണി എടുത്തോടന്ന് വേഗം ആ വെള്ളത്തിൽ അങ്ങോട്ട് മുക്കി. വേഗം അങ്ങോട്ട് ആ കുട്ടി കിടന്ന സ്ഥലവും ഒക്കെ അങ്ങോട്ട് തുടച്ച് ആ വെള്ളം അങ്ങോട്ട് കമഴ്ത്തിയാൽ കളഞ്ഞു. ഒരു ദേഷ്യത്തോട് കൂടിയിട്ട് ആ വെള്ളം നമ്മൾ എടുത്തത് ഇഷ്ടമായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഒന്നും പറയണമെന്നില്ല. നമുക്ക് അതവർക്ക് നമ്മൾ ചെയ്തത് തെറ്റായിന്നോ അല്ലെങ്കിൽ ആ വെള്ളം നമ്മൾ എടുത്തത് ഇഷ്ടമായില്ല എന്നോ എന്തൊക്കെ അർത്ഥം വരുന്ന രീതിയിൽ അടുക്കളയിൽ പോയിട്ടൊരു പഴയ തുണി എടുത്തോടുന്നു അതിലങ്ങോട്ട് മുക്കി. അവിടെ നിന്ന് കുട്ടി കിടന്ന സ്ഥലമൊക്കെ അങ്ങോട്ട് തുടച്ച് ചെയ്തിട്ട് ആ വെള്ളം നമ്മുടെ മുന്നിൽ നിന്ന് തന്നെ കൂടെ ഞാൻ ആ കുട്ടിയുടെ അടുത്ത് ഇങ്ങോട്ട് പുറത്തിറങ്ങുമ്പോൾ തന്നെ അതാ നമ്മുടെ മുന്നിൽ തന്നെ അങ്ങോട്ട് കമഴ്ത്തിയാണ്ട് കളഞ്ഞ് ബക്കറ്റ് അങ്ങോട്ട് കൊണ്ടച്ച്. അന്ന് തീരുമാനമെടുത്ത് ഒരു ടി വി വാങ്ങണമെന്ന്. LICയിലൊരു അടച്ചിട്ടുണ്ട്, LIC ചേർന്നിട്ടുണ്ടായിരുന്നു. അതിൽ പോയിട്ട് അതിന്ന് 7500 റുപ്യ ലോൺ എടുത്തിട്ട് ഒരാഴ്ചയുള്ളിൽ ടി വി വാങ്ങി. ഞാൻ എൻ്റെ കുട്ടികൾക്ക് കാണാൻ കേബിൾ കൊടുത്ത് എൻ്റെ വീട്ടിൽ വെച്ച്. അന്ന് ടി വി വാങ്ങുക പറഞ്ഞ ഒരു ഷെഡ് പോലും, കുഞ്ഞൊരു ഷെഡ് വെച്ചിട്ട് അതിൽ ഞാൻ താമസിച്ചിരുന്ന കാലത്താണ് ഞാൻ ആ പണി ചെയ്തത്. അതേപോലെ ഇപ്പോൾ വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ, അത് പിന്നെ പറയാം കേട്ടോ. ഓക്കെ.